അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ സെക്കൻഡ് പാർട്ടിലെ സൂറത്തു തക്വീർ, സൂറത്തു അബസ. ഈ രണ്ട് സൂറത്തിൻ്റെയും പിറകിലുള്ള തദ്രീബാത്ത് പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ സെക്കൻഡ് പാർട്ടിലെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തരത്തര പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. കൂട്ടുകാരെല്ലാവരും പേജ് നമ്പർ 61 എടുക്കൂ. കൂട്ടുകാർ ഈ സൂറത്ത് തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഈ സൂറത്തിന്റെ അവസാനത്തിന്റെ തൊട്ട് താഴെ നോക്കൂ. നുമയ്യിസുൽ ഹുറൂഫ് ഷംസിയ്യ, ഷംസിയായ അക്ഷരങ്ങളെ വേർതിരിക്കണം. ഷംസിയായ അക്ഷരങ്ങളെ വേർതിരിക്കണമെങ്കിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഷംസിയായ അക്ഷരങ്ങൾ, ഏതൊക്കെ അക്ഷരങ്ങളാണ് ഖമറിയായ അക്ഷരങ്ങൾ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ആ പ്രത്യേകത എന്താന്ന് വെച്ചാ, അൽ എന്നതിനു ശേഷം ഈ അക്ഷരങ്ങളെ ഉപയോഗിക്കുന്നതാണെങ്കിൽ അവിടെ നമ്മൾ ലാമിനെ ഉച്ചരിക്കാൻ പാടില്ല. അതിനു പകരം ആ ഷംസിയായ അക്ഷരത്തിന് ഷദ്ദ് കൊടുത്ത് നമ്മൾ ഉച്ചരിക്കണം. ഉദാഹരണത്തിന് അൽ ഷംസു എന്ന് പറയില്ല, അഷംസു എന്നാണ് പറയുക. ഷംസിയായ അക്ഷരങ്ങൾ മൊത്തം 14 ഉണ്ട്. താ, വത്തീൻ, ദാൽ, ഫിദ്ദുനിയ, റാ, അർറഹ്മാൻ, സീൻ, വസ്സമാ, സ്വാദ്, വസ്വൈഫ്, ത്വാ, വത്താരിഖ്, ലാം, വല്ലൈൽ, صاء من الثمرات ذال والذاريات زاء والزيتون شين والشمس ضاد والضحى ضاء والظاهر نون والنازعات. ഇനി നമുക്ക് ഖമറിയായ അക്ഷരങ്ങളെ കുറിച്ച് നോക്കാം. ഈ അക്ഷരങ്ങളുടെ പ്രത്യേകത അവിടെ നമ്മൾ പറഞ്ഞല്ലോ, ലാമിനെ വെളിവാക്കില്ല എന്ന്. ഇവിടെ നമ്മൾ ലാമിനെ വെളിവാക്കി ഉച്ചരിക്കണം. ഓരോന്നിൻ്റെയും ഉദാഹരണം നോക്കാം. അലിഫ്, ഫിൽ ഉമ്മിയീൻ, ബാ, ഹാസൽ ബൈത്ത്, ജീം, മിനൽ ജിന്ന, ഹാ, വൽഹംദുലില്ലാഹ്, ഖാ, هو الله الخالق، عين، والعصر، غين، هو الغني، فاء، والفجر، قاف، والقمر، كاف، الفوز الكبير، ميم، وتحبون المال، واو، الغفور الودود، حاء، هو الهدى، ياء، واليوم الآخر. നമുക്കിനി നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. അൽ ജിബാൽ, അൽ കുന്നസ്, അൽ ജന്ന, അൻ നുജൂം, അസ്സമാ, വസ്സുബഹ്, അൽ മൗഊദ, അൽ ബിഹാർ. നമ്മളിവിടെ ഷംസിയായ അക്ഷരങ്ങളെ വേർതിരിക്കണം. നമ്മുടെ വായിച്ചതിൽ ഏതൊക്കെയാണ് ഷംസിയായ അക്ഷരങ്ങൾ? അൻ നുജൂം, അസ്സമാ, വസ്സുബഹ്. അടുത്ത പേജ് നോക്കൂ. നുലാഹിൽ, ഷീൻ, ഷിന്നിനെ ശ്രദ്ധിക്കണം. അഷംസ്, അൽ വുഹൂഷ്, അൽ ഇഷാർ,
العرش شيطان وما تشاءون. അടുത്ത പ്രവർത്തനം ഉലാഹിലുൽ വഖഫ അലാ താ. തായിൽ വഖഫ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. കുവ്വിറത്ത്, നുഷിറത്ത്, സുയ്യിറത്ത്, ഉത്തിലത്ത്, സുജ്ജിറത്ത്, സുഇലത്ത്, സുവ്വിജത്ത്, ഖുതിലത്ത്, ഖുഷിതത്ത്. ഉലാഹില് ഫാ. ഫായിനെ ശ്രദ്ധിക്കണം. ഇദൻ നുഫൂസ് وإذا الصحف أزلفت إذا تنفس بالأفق فأين تذهبون. അടുത്ത പേജ് നോക്കൂ. 64-ാമത്തെ പേജ് സൂറത്തു അബസ. കൂട്ടുകാർ ഈ സൂറത്ത് തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അടുത്ത പേജ് നോക്കൂ. നഖറ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. أن جاء في صحف مكرمة كرام بررة ما أكفره إذا شاء أنشره شققنا الأرض شقا فإذا جاءت الصاخة صببنا الماء لاحقة مستبشرة. അടുത്ത പ്രവർത്തനം ഉലാഹിലുൽ വഖഫ അലൽ മുനവ്വൻ. തൻവീനിൽ വഖഫ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. സ്വബ്ബ, ഷഖ്ഖ, ഹബ്ബ, വഖൽബ, വനഖല, ഗുൽബ. അടുത്ത പ്രവർത്തനം ലാഹിൽ ഹാ. ഹായിനെ ശ്രദ്ധിക്കണം. അലൈഹ തർഹഖുഹ വഫാകിഹതൻ ഖലഖഹ ഇന്നഹ അൻഹു തലഹ. അടുത്ത പ്രവർത്തനം ഉലാഹിലു മദ്ദൽ ഹാ. ഹായിനെ നീട്ടുന്നത് ശ്രദ്ധിക്കണം. وأمه وأبيه وصاحبته وبنيه أماته فأقبره خلقه فقدره. അടുത്ത പ്രവർത്തനം ലാഹിലുൽ വഖഫ അലൽ അലിഫ്. അലിഫിന്മേൽ വഖഫ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. വതവല്ല യസ്സക്ക വനിസ്തഗ്ന ജാഅക യസ്ആ വഹുവ യഖ്ശ ലഹു തസദ്ദ. അടുത്ത പ്രവർത്തനം ഉലാഹിലു അലിഫ് വാവ് യാ സഗീറ. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ചെറിയ അലിഫ്, വാവ്, യാ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഖലഖഹു ഫഖദ്ദറഹ അൽ ഇൻസാൻ അമാതഹു ഫഅഖ്ബറഹ വഉമ്മിഹി വഅബീഹി വലിഅൻആമിക്കും വസാഹിബതിഹി വബനീഹി. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.